Hello guys, welcome back to Sideline Football. So ഫ്രഞ്ച് ഫുട്ബോളിൻ്റെ കറണ്ട് റൂളേഴ്സായ PSG-യുടെ റൈസിനെ കുറിച്ചാണ് നമ്മൾ ചെറുതായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. 2011 ഖത്താർ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ടേക്ക് ഓവറിന് ശേഷം ഫ്രഞ്ച് ഫുട്ബോളിൽ ഒരു ആധിപത്യം തന്നെ PSG കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിപ്പോഴും നിലനിന്ന് പോകുന്നു. സോ ഒരു ബേസ് ഫൗണ്ടേഷൻ കൊണ്ടുവന്ന് അതിലേക്ക് ആവശ്യമായ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ആ പ്ലേയേഴ്സിനെ നർച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ആ സിസ്റ്റത്തിലൂടെ തന്നെ ട്രോഫീസ് കണ്ടെത്തണം എന്നുള്ള ക്ഷമയോ കാര്യങ്ങളോ ഒന്നും PSG ടീം ഓണേഴ്സിന് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഒരു സൂപ്പർ സ്റ്റാർ സൈനിങ് സിൻഡ്രം PSG-യിൽ നിലനിന്ന് പോന്നു. കവാനി, സ്ലാത്തൻ, തിയാഗോ സിൽവ, ഡേവിഡ് ലൂയിസ് അങ്ങനെ ടോപ്പ് പ്ലേയേഴ്സിനെ എല്ലാം അവർ വാങ്ങിക്കൂട്ടിയിരുന്നു. അതുകൊണ്ടെല്ലാം ഡൊമസ്റ്റിക് ഡോമിനൻസ് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അവരുടെ മെയിൻ ടാർഗറ്റായിരുന്ന അൾട്ടിമേറ്റ് ടാർഗറ്റായിരുന്ന ആ യൂറോപ്യൻ ഗ്ലോറി, ദ ചാമ്പ്യൻസ് ലീഗ് അവർക്ക് കിട്ടാക്കണിയായിരുന്നു. അങ്ങനെ 2017 ചാമ്പ്യൻസ് ലീഗ് അടിച്ചേ തീരൂ എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഡെസ്പറേഷനോടുകൂടി തന്നെ അവർ ആ ഒരു വലിയ സൈനിങ് നടത്തി. ആ സമയത്ത് ഫുട്ബോൾ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഫുട്ബോൾ മാർക്കറ്റ് മേ ബി എന്നേക്കുമായിട്ട് തകർത്തു മാറുന്ന രീതിയിലുള്ള ഒരു സൈനിങ് ആയിരുന്നു നെയ്മറിനെ ബാഴ്സയിൽ നിന്നും റെക്കോർഡ് തുകയ്ക്ക് പാരീസിലേക്ക് എത്തിച്ചത്. അതിനുശേഷം അധികം വൈകാതെ തന്നെ കിലിയൻ എംബാപ്പയും മൊണാക്കോയിൽ നിന്നും ടീമിൻ്റെ കൂടെ കൂടി. പക്ഷേ ഇതിനൊന്ന് ശേഷവും ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ രാശി തെളിയുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ക്ലോസ് ആയിട്ട് അവർ വന്നത് 2020 ലോക്ക്ഡൗൺ സീസണിൽ. അന്ന് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ വരെ എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ലിസ്ബണിൽ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ ബയേൺ മ്യൂണിച്ചിനെതിരെയായിരുന്നു അന്നത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വന്നത്. കിങ്സ്ലി കോമാൻ്റെ ഒറ്റ ഗോളിന് അന്ന് ബയേൺ മ്യൂണിച്ച് നെയ്മറിൻ്റെയും കിലിയൻ എംബാപ്പയുടെയും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മോഹങ്ങൾ അവിടെ വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ചുണ്ടിനും കപ്പിനും ഇടയിൽ കിരീടം നഷ്ടപ്പെട്ട് നെയ്മറിനും എംബാപ്പയ്ക്കും തിരികെ പോരേണ്ടി വന്നു പാരീസിലേക്ക്. അതിനുശേഷം 2021 എത്തിയപ്പോൾ ദ ഡ്രീം സൈനിങ് ഓഫ് ലയണൽ മെസ്സി. ആ ഡെസ്പറേഷൻ നമുക്ക് അവിടെ കാണാം. ചാമ്പ്യൻസ് ലീഗ് നേടണം, എന്ത് വില കൊടുത്തും ചാമ്പ്യൻസ് ലീഗ് കിട്ടണം എന്നുള്ള ഒരു ഡെസ്പറേഷൻ നമുക്കവിടെ കാണാം. സോ അവിടെ അങ്ങനെ ഒരു MNM സഖ്യം അവിടെ ഉണ്ടാവുകയായിരുന്നു. മെസ്സി, നെയ്മർ, എംബാപ്പെ. ഒരു ഡ്രീം ഫ്രണ്ട് ലൈൻ എന്നൊക്കെ പറയില്ല, നമ്മൾ ഈ പെസ്സിലും ഫിഫയിലും ഒക്കെ വാങ്ങിക്കൂട്ടുന്ന പോലെ ഒരു ഡ്രീം ഫ്രണ്ട് ലൈൻ തന്നെ അവിടെ കൊണ്ടുവന്നു. കൂടെ സെർജിയോ റാമോസും എത്തി, അത് വേറെ കാര്യം. എനിവേ, പക്ഷേ പിന്നീടുള്ള 2 സീസണിലും ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 തന്നെ PSG പുറത്തായി. അതിൽ 2022 PSG പുറത്തായതൊരു ലെജൻഡറി കംബാക്ക് ആയിരുന്നു റയൽ മാഡ്രിഡിൻ്റെ. 2-0 ലീഡുമായിട്ട് സെക്കൻഡ് ലെഗ് കളിക്കാനായിട്ട് സാന്റിയാഗോ ബെർണബിയിലേക്ക് എത്തിയ PSG-ക്ക് 17 മിനിറ്റിൽ കരീം ബെൻസെമയുടെ 17 മിനിറ്റിനുള്ളിൽ നടന്ന കരീം ബെൻസെമയുടെ ഹാട്രിക്കിലാണ് അന്ന് അവർ നോക്കൗട്ടായി പുറത്തേക്ക് പോയത്. അന്ന് ആ ഒരു കംബാക്കിൽ തന്നെ എല്ലാവരും എഴുതിയതാണ് ഈ ഒരു ഗലാക്റ്റിക്കോസ് റിപ്ലിക്ക അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ സൈനിങ് സിൻഡ്രം PSG-ക്ക് ഒരിക്കലും ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുക്കില്ല എന്നുള്ള കാര്യം. അതിനുശേഷം 2023 ആയപ്പോഴേക്കും ക്ലബ് ഓണേഴ്സിന് ചെറുതായിട്ട് കാര്യം മനസ്സിലാക്കി തുടങ്ങി. ഇങ്ങനെ ഈ സൂപ്പർ സ്റ്റാർസിനെ കാശ് കൂടുതൽ ഓവർ സ്പെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. നമുക്കൊരു ബേസ് ഫൗണ്ടേഷൻ വേണം, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സോളിഡ് സിസ്റ്റം വേണം, അതിനൊതുങ്ങുന്ന ഒരു വിഷണറി ആയിട്ടുള്ളൊരു ടാക്ടീഷ്യൻ വേണം. അങ്ങനെ അവർ ചെന്നെത്തിയത് ലൂച്ചോന് മുമ്പിലാണ്. സ്പാനിഷ് കോച്ചായ ലൂയിസ് എൻറിക്കെ, 2015 ബാഴ്സയുടെ ട്രിബിളിൻ്റെ കപ്പിത്താൻ. സോ ലൂയിസ് എൻറിക്കയുടെ വരവോടുകൂടി കാര്യങ്ങൾ PSG-യിൽ മാറാൻ തുടങ്ങി. 2023-24 സീസണിൻ്റെ മുന്നോടിയായിട്ട് മെസ്സി MLS-ലേക്ക് പോയി. നെയ്മർ ആണെങ്കിൽ സൗദി അറേബ്യയിലെ അൽ ഹിലാലിലേക്കും കൂടുമാറി. പക്ഷെ സ്റ്റിൽ കിലിയൻ എംബാപ്പയുടെ പ്രസൻസ് ടീമിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ഡിപ്പെൻഡൻസി അവിടെയും കാണാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ലൂയിസ് എൻറിക്ക് വേറെ പ്ലാൻസ് ആയിരുന്നു. ഒരു സൂപ്പർ സ്റ്റാറിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയറിനെ പർട്ടിക്കുലറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഡൈനാമിക് അറ്റാക്കിംഗ് ഫുട്ബോൾ സിസ്റ്റം കൊണ്ടുവരാനാണ് ലൂയിസ് എൻറിക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നത്. സോ കിലിയൻ എംബാപ്പയും ലൂയിസ് എൻറിക്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ സമയത്ത് ഫ്രഞ്ച് മാധ്യമങ്ങൾ ആക്റ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. മെയ് 2024 ആയപ്പോൾ കിലിയൻ എംബാപ്പ തന്നെ ഓപ്പണായിട്ട് അനൗൺസ് ചെയ്തു താൻ ഇനി PSG-യുടെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല, റിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. ആ സമയത്ത് തന്നെ ബൊറൂസിയ ഡോർട്ട്മുണ്ടുമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നോക്ക്ഡ് ഔട്ട് ആവുകയും ചെയ്തു PSG. സോ തങ്ങളുടെ ജനറേഷണൽ താരം ക്ലബ്ബ് വിട്ട് പോവുകയാണെന്ന് അറിഞ്ഞത് കൺഫേം ആയതോടുകൂടി തന്നെ ഫ്രഞ്ച് മാധ്യമങ്ങളും ഫ്രാൻസും എല്ലാം ലൂയിസ് എൻറിക്കയുടെ മെക്കിട്ടേക്ക് കയറാൻ തുടങ്ങി. ആരോപണങ്ങൾ മൊത്തം കുറ്റം മൊത്തം ലൂയിസ് എൻറിക്കിൻ്റെ ആണ് എന്നുള്ള രീതിയിൽ PSG ഡൊമസ്റ്റിക്കലി പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലെല്ലാം ആരോപണങ്ങൾ വന്നു തുടങ്ങി. പക്ഷേ ലൂയിസ് എൻറിക്ക് വളരെ കാമായിരുന്നു. കാരണം ലൂയിസ് എൻറിക്ക് ഒരു
സിസ്റ്റം ബിൽഡ് ചെയ്യുകയായിരുന്നു. കിലിയൻ എംബാപ്പേനെ ഡിപ്പെൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ പർട്ടിക്കുലർ പേഴ്സണോ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഒരു ടീം ഓറിയൻറ്റഡ് സിസ്റ്റം അവിടെ ലൂയിസ് എൻറിക്ക് ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് 24-25 സീസണായപ്പോൾ കിലിയൻ എംബാപ്പെ പറഞ്ഞ പോലെ തന്നെ റയൽ മാഡ്രിഡിലേക്ക് പോയി. ഒരു ക്ലീൻ സ്ലേറ്റ് സിനാരിയോ ആണ് അവിടെ ലൂയിസ് എൻറിക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ഒരു സൂപ്പർ സ്റ്റാർ പോയപ്പോൾ മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്ന് ഒരു സ്ഥാനത്തിരുത്തുന്ന PSG സ്ഥിരം മിസ്റ്റേക്ക് ഇത്തവണ അവർ ആവർത്തിച്ചില്ല എന്നുള്ളതാണ്. പകരം ഹംഗ്രി യങ്സ്റ്റേഴ്സിനെ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് റിയലി പെയ്ഡ് ഓഫ്. ലുക്ക് അറ്റ് ദം നൗ. 29 മത്സരങ്ങൾ ലീഗ് 1 കഴിഞ്ഞു. ഒരു മത്സരം പോലും അവർ തോറ്റിട്ടില്ല. ദേ ആർ ലുക്കിംഗ് ഫോർ ദാറ്റ് ഇൻവിൻസിബിൾ സീസൺ. ഓൾറെഡി ലീഗ് 1 ചാമ്പ്യൻസ് ആണ് അവർ. കോപ്പ ഫ്രാൻസിൻ്റെ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ആസ്റ്റൺ വില്ലേനെ തോൽപ്പിച്ച് സെമി ഫൈനലിലും എത്തി. ഇനിയിപ്പോൾ ആർസണലിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റാറ്റ്സ് വെച്ചിട്ട് മാത്രമല്ല, അവരുടെ പ്ലേയിങ് സ്റ്റൈൽ, അറ്റാക്കിങ്ങിലും ഡിഫെൻസിലും ആസ് എ ടീം ആ ഒരു യൂണിറ്റ് ആയിട്ട് കളിക്കുന്ന രീതി, ആ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്താണ് പറയുന്നത് ദേ ആർ ഓൺ ദ റൈസ് വിത്ത് ലൂയിസ് എൻറിക്കെ. സോ ഇനി നമ്മൾ നോക്കുന്നത് ലൂയിസ് എൻറിക്കെ എങ്ങനെയാണ് PSG ടീമിനെ കറൻ്റ്ലി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. സോ ആദ്യം തന്നെ നമുക്ക് ആ ഫ്രണ്ട് 3 ലൈനപ്പിനെ കുറിച്ച് തന്നെ പറയേണ്ടതുണ്ട്. ഗോൺസാലോ റാമോസ് പോലൊരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കർ ബെഞ്ചിലിരിക്കുമ്പോൾ കൂടി ലൂയിസ് എൻറിക്കെ പ്രിഫർ ചെയ്യുന്നത് തൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലെ ഫ്രണ്ട് 3 3 വിങ്ങേഴ്സിനെയാണ്. ഒരു സ്ട്രൈക്കർ, ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറിന് പകരവും ഒരു വിങ്ങർ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ലൂയിസ് എൻറിക്കെ ഈ ടീമിനെ സെറ്റ് ചെയ്ത് തൽക്കാലം വെച്ചിരിക്കുന്നത്. ഡെംബലെ, ക്വാററ്റ്സ്കേല, ബാർക്കോള. അതുമാത്രമല്ല, ഈ പ്ലെയേഴ്സിന് പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള ഫ്രീഡവും കോച്ച് ഇവിടെ അലൗ ചെയ്യുന്നുണ്ടെന്നാണ്. നമുക്കറിയാം ഫ്രണ്ട് 3 ഓടുന്ന പ്ലെയേഴ്സ് പൊസിഷൻ കൂടി ഇൻ്റർചേഞ്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്ന ഡിഫൻഡേഴ്സിന് വലിയൊരു തലവേദന തന്നെയാണ് ആ ഒരു സീക്വൻസ്. കാരണം 3 സ്പീഡി പ്ലെയേഴ്സാണ്. ഈ ഒരു ഫ്രീഡം കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ കഴിഞ്ഞ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒസ്മാനെ ഡെംബലെ തന്നെയാണ്. നമുക്കറിയാം ബാഴ്സ ഫാൻസ് എഴുതിത്തള്ളിയ, ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിവിട്ട പ്ലെയറാണ്. പക്ഷേ 23 ക്ലബിൻ്റെ കൂടി ഈ ഒരു സീസണിൽ ലൂയിസ് എൻറിക്കെ ശരിക്കും ഡെംബലേനെ അൺലോക്ക് ചെയ്തു എന്നൊക്കെ പറയില്ല. ഒരു ബീസ്റ്റ് മോഡിലേക്ക് ഡെംബലെ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾ കോമ്പറ്റീഷൻസ് നോക്കുകയാണെങ്കിൽ 42 മത്സരങ്ങളിൽ നിന്ന് 32 ഗോളും 11 അസിസ്റ്റും ഡെംബലെ ഓൾറെഡി സ്കോർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ഒരു ബീസ്റ്റ് മോഡിലാണ് ഡെംബലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് കരിയർ ബെസ്റ്റ് ഫോം. ആൻഡ് യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് അറ്റാക്കേഴ്സ് ആണ് ഡെംബലെ. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലും നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ച് പോകുന്നുണ്ട്. അതേപോലെ ക്വാററ്റ്സ്കേലയുടെ കാര്യം പറയുകയാണെങ്കിൽ ജനുവരിയിലാണ് PSG എത്തിയതെങ്കിലും ഓൾറെഡി നെപ്പോളി അദ്ദേഹം പ്രൂവ് ചെയ്തതാണ് നല്ലൊരു വിങ്ങറാണെന്നുള്ളത്. അതേപോലത്തെ ഒരു പെർഫോമൻസ് തന്നെ PSG കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ കട്ടിൻ ചെയ്ത് സെൻട്രലിലേക്ക് അറ്റാക്ക് ചെയ്ത് കയറുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും വളരെയധികം മുതൽക്കൂട്ട് തന്നെയാണ് PSG എന്നുള്ളത്. ആൻഡ് ബാർക്കോള മാൻ, ഒരു ഫൈൻ ഫ്രഞ്ച് യങ്സ്റ്റർ മാൻ, ഹ്യൂജ് പൊട്ടൻഷ്യൽ തന്നെയുള്ളൊരു പ്ലെയർ തന്നെയാണ്. ഈ ഒരു സീസണിൽ ഇപ്പോൾ 49 മത്സരങ്ങൾ കളിച്ചു. അതിൽ നിന്ന് 18 ഗോളും 17 അസിസ്റ്റും ഓൾറെഡി PSG വേണ്ടി നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാ കോമ്പറ്റീഷനും ചേർത്ത് പറയുകയാണെങ്കിൽ. സ്പീഡാണ് ബാർക്കോളയുടെ മെയിൻ വെപ്പൺ എന്ന് പറയുന്നത്. നല്ല സ്പീഡും അതേപോലെ ഡ്രിബിളിങ് ക്വാളിറ്റിയും ടോപ്പ് നോച്ചാണ് ഈ പ്ലെയറിൻ്റെ. സോ അങ്ങനെ ഒരു ഫ്രണ്ട് 3 തന്നെ അത്രയും വെർസറ്റാലിറ്റിയും ഡൈനാമിക്സും കൊണ്ടുവരാനായിട്ട് ലൂയിസ് എൻറിക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇതുവരെ പേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ നേരെ വരുന്നത് മിഡ്ഫീൽഡിലേക്കാണ്. കുറേ കാലങ്ങളായിട്ട് ഒരു ഐഡൻറ്റിറ്റിയും PSG ഇല്ലാതിരുന്ന ഒരു ഏരിയയാണ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. സോ മിഡ്ഫീൽഡ് ലൂയിസ് എൻറിക്കയുടെ കീഴിൽ ഒരു പ്രോപ്പർ ഐഡൻറ്റിറ്റി തന്നെ ഇപ്പോൾ PSG ഉണ്ട്. PSG മിഡ്ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ 2 പോർച്ചുഗീസ് മിഡ്ഫീൽഡ് മൈസ്ട്രോസിൻ്റെ പേര് എടുത്തു പറയേണ്ടതുണ്ട്. വിറ്റീനയും ജാവോ നെവസും. 25 വയസ്സ് മാത്രമുള്ള വിറ്റീനയുടെ പെർഫോമൻസ് PSG എന്താ പറയുക, വളരെ ക്രൂഷ്യൽ എന്ന് പറയുന്നതല്ല, PSG സ്റ്റൈൽ ഓഫ് ഗെയിം പ്ലേ ഡിറ്റർമൈൻ ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്ലെയർ ആണ് വിറ്റീന എന്ന് പറയുന്നത്. ശരിക്കും ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ സെക്കൻഡ് ലെഗ് മത്സരം ഈ സീസണിൽ നടന്ന് തോൽപ്പിച്ച മത്സരം, പെനാൽറ്റിയിൽ അവസാനിച്ച മത്സരത്തിന് ശേഷം തിയറി ഹെൻറി ഒരു പ്ലെയറിനെ പറ്റി പറയുന്നത് കേട്ടാൽ ശരിക്കും നമ്മൾ കോരിത്തെരിച്ചു പോകും. The kind of control and the tempo that this player brings in is out of the world. ഇതായിരുന്നു തിയറി ഹെൻറി പറഞ്ഞ കാര്യം. കാരണം അത്രയും മത്സരം കൺട്രോൾ ചെയ്യാനും മത്സരത്തിൻ്റെ ടെമ്പോ കൂട്ടാനും കുറയ്ക്കാനും, അതായത് പന്ത് ഹോൾഡ് ചെയ്യേണ്ട സമയത്ത് ഹോൾഡ് ചെയ്യാനും, അതേപോലെ ആക്സിലറേറ്റ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ ഫോർവേഡ് പന്ത് പ്രോഗ്രസീവായിട്ട് മുന്നേറുന്ന സമയത്ത് പന്ത് വിടാനുമുള്ള കഴിവ് നല്ല രീതിയിലുള്ളൊരു പ്ലെയർ തന്നെയാണ്. അതേപോലെ
നല്ല ഡ്രിബ്ലിംഗ് സ്കിൽസും നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള പ്ലെയറാണ്. നല്ല അഡ്വാൻസ്ഡ് അറ്റാക്കിംഗ് പൊസിഷനിൽ കളിക്കാനും ഡീപ്പ് സീറ്റ് ചെയ്ത് പ്ലേ മേക്കിംഗ് നടത്താനും വളരെയധികം കഴിയുന്നൊരു പ്ലെയറാണ്. ആൻഡ് ത്രൂ പാസുകളിൽ കേമനാണ് ഈ പ്ലെയർ എന്നുള്ളതാണ്. നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ത്രൂ പാസസ് വയ്ക്കാൻ, നല്ല ആക്യുറസിയിൽ ത്രൂ പാസസ് വയ്ക്കാൻ കഴിവുള്ളൊരു പ്ലെയർ തന്നെയാണ്. അതുപോലെ ഇനി അടുത്ത പറഞ്ഞ ജാനോസിൻ്റെ കാര്യമാണ്. 20 വയസ്സ് മാത്രമുള്ള മറ്റൊരു പോർച്ചുഗീസ് മിഡ്ഫീൽഡർ. എന്താ പറയുക, പ്രഷർ ഏറ്റുവാങ്ങാൻ ഒരു മടിയും ഇല്ലാത്തൊരു പ്ലെയർ എന്ന് പറയില്ല. ഈ ഒരു 20 വയസ്സുള്ള പ്ലെയറിൻ്റെ ഒരു പ്ലേ മേക്കിംഗ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് അവിടെയാണ്. പ്രഷർ ഏറ്റുവാങ്ങാനും ആ ഷോർട്ട് സ്പേസിൽ നിന്നും ഡ്രിബിൾ ചെയ്ത് മാറാനും മറ്റുള്ള പ്ലേയേഴ്സിന് സ്പേസ് കണ്ടെത്തി കൊടുക്കാനും അതുപോലെ ഷോർട്ട് സ്പേസിൽ ക്വിക്ക് ആക്സിലറേഷൻ കണ്ടെത്താനും വളരെ കഴിവുള്ളൊരു പ്ലെയർ തന്നെയാണ്. അതേപോലെ തൻ്റെ എന്താ പറയുക, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ കുറവായുള്ള പ്ലെയേഴ്സിനെ പെട്ടെന്ന് തിരിയാൻ കഴിയുമെന്ന് പറയില്ല, അതേപോലെ ആ ഒരു കഴിവ് വളരെയധികം യൂട്ടിലൈസ് ചെയ്യുന്നൊരു പ്ലെയർ തന്നെയാണ്. പെട്ടെന്ന് ടേൺ എടുത്ത് ക്വിക്ക് ആക്സിലറേഷൻ കണ്ടെത്തുകയും ഷോർട്ട് പാസസ്, വൺ ടച്ച് പാസുകളിൽ വഴി കളിയുടെ ഒരു പ്രോഗ്രസീവ് നേച്ചർ മാറ്റുന്ന രീതിയിലുള്ളൊരു പ്ലെയർ തന്നെയാണ്. നല്ലൊരു ടാക്കിളറും കൂടിയാണ് പ്ലെയർ. ഡിഫൻസീവിൽ വളരെയധികം പെനാൽറ്റി ബോക്സ് വരെ ഇറങ്ങി വന്ന് ടീമിൻ്റെ ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് പ്ലെയറാണത്. സോ കുറച്ചുകൂടി ഡിഫൻസീവ് ഡ്യൂട്ടീസ് നന്നായിട്ട് ചെയ്യുന്നൊരു പ്ലെയർ ആണെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ സൈസ് ഒന്നും കണ്ടാൽ അത്ര തോന്നില്ല, പക്ഷെ നല്ല രീതിയിൽ ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ജാവനോസ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് പ്ലെയേഴ്സും പോർച്ചുഗീസ് നാഷണൽ ടീമിൻ്റെ 2 മിഡ്ഫീൽഡ് ജെംസ് ആണ് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരെയും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോർച്ചുഗീസ് മിഡ്ഫീൽഡൊക്കെ വേറെ ലെവലിലിരിക്കും. അതൊക്കെ റോബർട്ടോ മാർട്ടിനസിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്, എന്തെങ്കിലും ആവട്ടെ. ഈ ഒരു 2 പേരുടെ കൂടെ ലീ കാങ്ങും അതേപോലെ ഫാബിയൻ റൂയിസും വാരൻ എമറി എല്ലാം ചേർന്ന് കഴിയുമ്പോൾ PSG ഇപ്പോൾ യൂറോപ്പിലെ നിലവിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡ് യൂണിറ്റ് ആയിട്ട് മാറുകയാണ് ഇവിടെ. സോ ലൂയിസ് എൻറിക്കിന് കീഴിൽ PSG കളിക്കുന്ന അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഫുൾ ബാക്സിൻ്റെ പൊസിഷൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഹക്കീമിയുടെയും ന്യൂനോ മെൻഡസിൻ്റെയും കോൺട്രിബ്യൂഷൻസും വളരെയധികം എടുത്തു പറയണം. കാരണം ഫുൾ ബാക്സിനെ അറ്റാക്കിങ്ങിന് വളരെയധികം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കോച്ച് തന്നെയാണ് ലൂയിസ് എൻറിക്ക്. അതേ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ PSG അദ്ദേഹം യൂസ് ചെയ്യുന്നത്. സോ ഹക്കീമിയുടെ സ്റ്റാൻസ് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു സീസണിൽ ഓൾ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ 6 ഗോളും 14 അസിസ്റ്റും ഹക്കീമി ഈ ഒരു സീസണിൽ PSG വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ ബാക്ക് പൊസിഷനിൽ നിന്നും എത്രത്തോളം കോൺട്രിബ്യൂഷൻ അറ്റാക്കിങ്ങിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഇത്രയും അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഉള്ളതിൻ്റെ കൂടെ ഡിസൈഡോവ് എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു പയ്യനെയും കൂടി ഇറക്കി വിടുമ്പോൾ PSG അറ്റാക്കിംഗ് ഡൈനാമിക്സ് വേറൊരു ലെവലിലേക്ക് പോകും എന്നുള്ളതാണ്. 19 വയസ്സ് മാത്രമേ ഉള്ളൂ എങ്കിലും വെർസറ്റൈൽ പ്ലെയറാണ്. പല പൊസിഷനിലും മിഡ്ഫീൽഡ് അറ്റാക്കിംഗ് റോളിലും വിങ് റോളിലെല്ലാം കളിക്കാൻ കഴിവുള്ളൊരു പ്ലെയറാണ്. വെർസറ്റൈൽ പ്ലെയർ തന്നെയാണ്. ഈ ഒരു സീസണിൽ 13 ഗോളും 12 അസിസ്റ്റും PSG വേണ്ടി ഓൾറെഡി ഒരു പ്ലെയർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഈ ചെറു പ്രായത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്ലെയർ എത്രത്തോളം ഇൻബിൽഡ് ആണ് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി എന്നുള്ളത്. 50 മില്യൻ്റെ ഒരു പ്രൈസ് ടാഗുമായിട്ട് വന്നതിൻ്റെ ഒരു പ്രശ്നവും ഈ പ്ലെയറിൻ്റെ ഭാഗത്തുനിന്നില്ല. നല്ല രീതിയിൽ തന്നെ കോൺട്രിബ്യൂഷൻസ് ടീമിന് വേണ്ടി വെക്കുന്നുണ്ട് അറ്റാക്കിങ്ങിന്. സോ അതേപോലെ തന്നെ ടീമിൻ്റെ ടോട്ടൽ ആവറേജ് 25 വയസ്സിന് താഴെയാണെങ്കിലും ഡോണറുമ 26 വയസ്സുള്ള ഗോൾ കീപ്പറുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും കോൺട്രിബ്യൂഷൻസും എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ടച്ച് ശരിക്കും ആസ്റ്റൺ വില്ലയായിട്ടുള്ള സെക്കൻഡ് ലെഗിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ കണ്ടതാണ്. കാരണം ആ ഒരു മത്സരത്തിൽ തോറ്റെങ്കിലും പക്ഷേ ടോട്ടൽ അഗ്രിഗേറ്റിൽ 1 ഗോളിൻ്റെ ഡിഫറൻസിലാണ് അന്ന് ആസ്റ്റൺ വില്ലയെ തോപ്പിച്ച് PSG സെമി ഫൈനലിലേക്ക് കയറിയത്. സോ അന്ന് ഡോണറുമയുടെ സേവുകളും കാര്യങ്ങളും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ ടച്ച് ഓഫ് എക്സ്പീരിയൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും PSG ഫാൻസ് എല്ലാം തിരിച്ചറിഞ്ഞൊരു സംഭവം തന്നെയാണ്. സോ ഡോണറുമയുടെ കാര്യം എടുത്തു പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഒരു ഫ്രണ്ട് ഫുട്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ, പൊസഷൻ ബേസ്ഡ് ഫ്രണ്ട് ഫുട്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് ലൂയിസ് എൻറിക്ക് PSG ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റായിട്ട് അറ്റാക്ക് ചെയ്യുക, അല്ലാതെ ഇൻഡിവിജ്വൽ ബ്രില്യൻസോ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് മാജിക്കിനോ വേണ്ടി വെയിറ്റ് ചെയ്യുക, ആസ് എ ടീം അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫെൻഡ് ചെയ്യുമ്പോഴും സെയിം മെൻറ്റാലിറ്റി തന്നെ, ആസ് എ ടീം ഡിഫെൻഡ് ചെയ്യുക. ഓരോ പ്ലെയേഴ്സിനും അവരുടേതായ ഇൻഡിവിജ്വൽ റോളുകൾ കൊടുത്ത് തന്നെ ഡിഫെൻഡ് ചെയ്യുക. അല്ലാതെ മെസ്സിയും നെയ്മറും ഒക്കെ ഉള്ള സമയത്ത്, മെസ്സി നെയ്മറും എംബാപ്പയുള്ള സമയത്തെല്ലാം ഡിഫൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രസ്സിങ് എന്ന് പറയുന്നതൊക്കെ വളരെ ശോകമാവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രസ്സിങ്ങിൽ വളരെ എന്താ പറയുക, വളരെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ഒരു ടോപ്പ് ക്വാളിറ്റി പ്രസ്സിങ് തന്നെ, ഹൈ പ്രസ് തന്നെ PSG പ്ലേയേഴ്സ് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. സ്ട്രൈക്കറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രസ്സിങ്, അതാണ് ഒരു ഹൈ എഫക്റ്റീവ് പ്രസ്സിങ് എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ലൂയിസ് എൻറിക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്, ഈ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അത് പ്ലേയേഴ്സ് അനുവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അറ്റാക്ക് ചെയ്യുമ്പോഴും ഒരു യൂണിറ്റായിട്ട് അറ്റാക്ക് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുമ്പോഴും ഒരു യൂണിറ്റായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുക. ഒരു തരത്തിലുള്ള ഈഗോ
ഈഗോയ്ക്കും സ്ഥാനമില്ലാത്ത ഒരു ടീം സിസ്റ്റം തന്നെ ആ ഒരു പ്ലെയേഴ്സിനെ വാർത്തെടുക്കാനായിട്ട് ലൂയിസ് എൻറിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഉള്ളപ്പോൾ ഒരുപാട് ഈഗോസ് ഉണ്ടാവും ടീമിൽ, പലർക്കും പല പ്രയോറിറ്റീസ് ആയിരിക്കും, പല രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും കാര്യങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഹംഗ്രി യങ്സ്റ്റേഴ്സിനെ ഇറക്കി വിടുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മൈൻഡിൽ ഒരേ വെറിയോടെ കളിക്കുമെന്ന് പറയില്ല, ആ ഒരു സെയിം സിനാരിയോ തന്നെയാണ് ഇപ്പോൾ PSG കാണുന്ന. ഹംഗ്രി യങ്സ്റ്റേഴ്സ് ശരിക്കും ആ ഒരു ലൂയിസ് എൻറിക്കിൻ്റെ സിസ്റ്റം അവർക്ക് ആ ഗെയിമിലേക്ക് പിച്ചിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ലൂയിസ് എൻറിക്കിൻ്റെ സിസ്റ്റം വളരെയധികം ക്ലിക്കാവുന്നുണ്ട് പാരീസിൽ എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ അവർക്കൊരു ട്രബിൾ ഈ സീസണിൽ പോസിബിൾ ആണ് നിലവിലെ സാഹചര്യത്തിൽ. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ആർസണലിൻ്റെ കൂടെയാണ് സെമി ഫൈനൽ മത്സരം വരുന്നത്. സോ ലീഗ് വൺ ഓൾറെഡി അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. സോ ഇനി എത്രത്തോളം അവർക്ക് ഈ ഒരു സീസണിൽ റൈസ് ചെയ്യാൻ കഴിയും, എത്രത്തോളം റേസ് അവരുടെ സ്റ്റാൻഡേർഡ്സ് ഉയർത്താൻ അവർക്ക് കഴിയും, യൂറോപ്പിലൊരു സീരിയസ് കണ്ടൻറ്റേഴ്സാണ് അവരിപ്പോൾ. ഒരു എന്താ പറയുക, ആസ്റ്റൺ വില്ലിനെ തോപ്പിച്ചു, റയൽ മാഡ്രിഡും ഔട്ടായി, ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് വെച്ച് അവരൊരു സീരിയസ് കണ്ടൻറ്റേഴ്സ് തന്നെയാണ് നിലവിൽ. സോ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ. ആൻഡ് ലൂയിസ് എൻറിക്കിന് കീഴിൽ ഒരു ഡൊമസ്റ്റിക് റണ്ണിന് മേലെ ഒരു യൂറോപ്യൻ ഡോമിനൻസ് കൊണ്ടുവരാനായിട്ട്, അവരുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി കൊണ്ടുവരാനായിട്ട് ഈ ഒരു PSG സൈഡിന് കഴിയുമോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. സോ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനടുത്തും നമ്മുടെ ഈ ചാനലിനെ പറ്റിയും ഈ വീഡിയോനെ പറ്റിയും ഒന്ന് മെൻഷൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ആൻഡ് ഓക്കെ ഗൈസ്, ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.